നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തിരി നേരത്തെയായി പോയില്ലേ അർജൻറ്റീൻ ദേശീയ ടീമിൽ നിന്നുള്ള ആംഹേൽ ഡി മരിയയുടെ വിരമിക്കലെന്ന് തോന്നിപ്പോകും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ടാൽ. ഇന്നലെയും അദ്ദേഹം ഗോളടിച്ചു. അറൗക്കയ്ക്കെതിരെ ബെൻഫിക്ക വിജയിച്ച് കയറുമ്പോൾ പെനാൽറ്റിയിലൂടെ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോളുണ്ടായിരുന്നു. ഇതോടുകൂടി നോക്കുക, ഇപ്പോൾ 6 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ 4 കളികളിൽ നിന്ന് അദ്ദേഹം ബെൻഫിക്കയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 4 കളികളിൽ 9 ഗോൾ കോൺട്രിബ്യൂഷൻസാണ്. മാത്രമല്ല ഈ ഒരു മത്സരങ്ങളിൽ 16 ഗോളുകളാണ് ആകെ അദ്ദേഹത്തിൻ്റെ ടീം നേടിയതെങ്കിൽ അതിൽ 9 എണ്ണത്തിലും അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന കാര്യം കൂടി നോക്കുക. എത്രത്തോളം ഡിസിസീവായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഡി മരിയയുടെ ഒരു പ്രകടനം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 4-1 പോർട്ടോക്കെതിരെ അവരുടെ ടീം വിജയിക്കുമ്പോൾ അദ്ദേഹം 2 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു ലീഗിൽ. പിന്നെ ഹാട്രിക്കാണ് 7-0 എസ്ട്രീല അമഡോഴ എന്ന് പറയുന്ന ക്ലബിനെതിരെ പോർച്ചുഗീസ് കപ്പിൽ അദ്ദേഹം നേടിയത്. 7-0 ടീം വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക്കാണ് പിറന്നത്. പിന്നെ 2 അസിസ്റ്റുകളാണ് 3-2 മൊണോക്കയ്ക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ടീം വിജയിക്കുമ്പോൾ അദ്ദേഹം നേടിയത്. അതുപോലെ അറൗക്കയ്ക്കെതിരെയുള്ള ഈ മത്സരത്തിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെ ഗോളും കണ്ടെത്തിയിരിക്കുന്നു. സോ ഈ പ്രായത്തിലും അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ്, വലിയ രൂപത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം നടത്തിയ പ്രസ്താവന, അതായത് ഒരല്പം നേരത്തെയായി പോയില്ലേ അദ്ദേഹത്തിൻ്റെ അർജൻറ്റീൻ ദേശീയ ടീമിൽ നിന്നുള്ള വിരമിക്കൽ എന്ന്. ഏതായാലും ഓൺ ദി ഫീൽഡിൽ മാത്രമല്ല ഓഫ് ദി ഫീൽഡിലും അദ്ദേഹം ആരാധകർക്കൊക്കെ വലിയ ആവേശം പകരുകയാണ്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ളൊരു വലിയ സംഭവം വലിയ രൂപത്തിൽ തന്നെ ചർച്ചയായി മാറിയിട്ടുണ്ട്. കളി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അദ്ദേഹം ആരാധകരുടെ അടുത്തേക്ക് പോകുന്നു. ഒരു പെൺകുട്ടി ഡി മരിയ നിങ്ങളുടെ ഷർട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാനർ ഉയർത്തുന്നു, ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കുന്നു. ഡി മരിയ അങ്ങോട്ടേക്ക് നടന്ന് ചെന്ന് ആ ജേഴ്സി അവർക്ക് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം, അവരാ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കൂടെയുള്ളവരൊക്കെ കരയുന്ന കാഴ്ച, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എന്തായാലും ആംഹേൽ ഡി മരിയ ഇപ്പോഴും ആരാധകരുടെ പ്രിയപ്പെട്ട ഡി മരിയയാണ്, പ്രിയപ്പെട്ട ഏഞ്ചലാണ്. അദ്ദേഹത്തിൻ്റെ അർജൻറ്റീൻ ദേശീയ ടീമിൽ നിന്നുള്ള പോക്ക് ഇത്തിരി നേരത്തെയായി പോയി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.